ഇന്ന് എക്കോസ്റ്റീവിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തരാൻ പോകുന്ന ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കീയുടെ ബാറ്ററി, അതായത് ഇപ്പോൾ എല്ലാ ഓണേഴ്സിൻ്റെയും പയ്യെ 4 വർഷമൊക്കെ കഴിഞ്ഞ വണ്ടി ഈ പറഞ്ഞ ബാറ്ററിയുടെ കീയുടെ ബാറ്ററി ഡ്രെയിൻ അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞ് റീപ്ലേസ് ബാറ്ററി വാണിംഗ് മെസ്സേജൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഗ്രൂപ്പിലൊക്കെ കാണാം. അപ്പോൾ അത് നമുക്ക് ഷോറൂമിലൊന്നും പോകാണ്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സാഹചര്യം വന്നാൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മാറ്റാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു CR2450, അതാണ് നമുക്ക് ഫേസ് ലിഫ്റ്റ് വണ്ടിക്കുള്ള ബാറ്ററിയുടെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണെങ്കിൽ 2032, ആ 2 മോഡലാണ്. മോഡൽ എനിക്കൊന്ന് മീൻസ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2032 ആണ്, പക്ഷേ ഇത് 2450 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ. 2017 മുകളിലോട്ടുള്ള പുറകിലോട്ടുള്ള വണ്ടിക്കാണ് നമുക്ക് 2032 വരുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ നമുക്ക് മാറ്റാം, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ മാറ്റാം എന്നുള്ളതാണ് ഇപ്പം ജസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിത് ഈ കീ നമുക്കിങ്ങനെ ഊരിയാൽ നമുക്ക് ഇതാണ്ട് ഇവിടെ ഈ ഒരു ഫോബിൻ്റെ മുകളിലൊരു ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ക്യാപ്പ് നമുക്ക് പയ്യെ വലിച്ചൂരാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ഊരാം. അപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന പുതിയ ബാറ്ററി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ അത് ലോക്കായി ഇതിനും അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് നെഗറ്റീവ് ഉള്ളിൽ പോവും. മറ്റേ ബാറ്ററി പോലെ പോസിറ്റീവ് നെഗറ്റീവ് 2 സൈഡിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഇടാം, തിരിച്ചിട്ട് ലോക്കായി. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് കീ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അടുത്ത ഇനി കീ ബാറ്ററി ലോസ് ആവുന്ന സമയത്ത് വാണിംഗ് വന്ന് തുടങ്ങും. അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിലാകുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ കീ ഡിറ്റക്റ്റ് ആവാണ്ടാവും. അതെങ്ങനെ നമുക്ക് ആ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് അതും കാണിച്ചു തരാം. അപ്പോൾ ആരും ഇങ്ങനെ ഇത് തീർന്നു പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള വേറെ പ്രോസസ്സുണ്ട്. അതായത് ഇതിൻ്റെ ബാറ്ററി തീർന്നു പോയാൽ എങ്ങനെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ എവിടെയും പെടാണ്ട് എങ്ങനെ പോവാം എന്നുള്ളതും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ എങ്ങനെ ബാറ്ററി മാറും എന്നുള്ളത് നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ ബാറ്ററി മാറുന്നതിന് മുന്നേ അത് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമ്മൾ എങ്ങനെ വണ്ടി ഇപ്പോൾ ആ വണ്ടി ഒരു ലോ ബാറ്ററി ആയിട്ടുള്ള ഒരു ഇതിൽ കീ വെച്ച് നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്യാൻ നോക്കിയാൽ ഇത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മെക്കാനിക്കലി തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സെൻസർ ഉള്ളവരിലേക്ക് കപ്പാസിറ്റി ടച്ച് വരുന്ന വണ്ടിയൊക്കെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഊരിയെടുത്താൽ ഇത് വെച്ച് നമുക്കിങ്ങനെ തുറക്കാവുന്നതാണ്. വണ്ടി തുറന്നു. അപ്പോൾ നമ്മൾ മാനുവലി വണ്ടി ഓപ്പൺ ആക്കി നമ്മൾ അകത്ത് കയറിയിട്ട് അപ്പോൾ നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ സ്വാഭാവികമായിട്ടും നോക്കി ഡിറ്റക്റ്റഡ് വാണിംഗ് എന്തായാലും വരും. അപ്പം ഇതിൽ ബാറ്ററി ചാർജ് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അത് ഡിറ്റക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനുള്ളൊരു വേറൊരു പോംവഴി എന്ന് വെച്ചാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കാണാം. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ എല്ലാ വണ്ടിയിലും ആംറസ്റ്റ് ഉള്ള വണ്ടിക്കകത്ത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. നമുക്കിവിടെ ഈ കീ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ കീ എവിടെ പ്ലേസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കീ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് വീണ്ടും കീ ഡിറ്റക്റ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കീ ബാറ്ററിയുടെ വോൾട്ടേജ് ലോ ആയാൽ നമുക്ക് എമർജൻസി സ്റ്റാർട്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു കീ ബാറ്ററി ലോ വന്നാൽ ഒരു പോപ്പപ്പ് വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് തന്നെ ഒരു 1 വീക്കോളം അങ്ങനെ തന്നെ ഓടും. അപ്പോൾ നമുക്ക് സഫീഷ്യൻറ്റ് ടൈം ഉണ്ട് നമുക്കത് ബാറ്ററി മേടിക്കാനായിട്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ ഒരു വിലയെന്ന് പറയുന്നത് ഷോറൂമിൽ ഏകദേശം 550 രൂപ വിലയുണ്ട്. നമുക്ക് ആമസോണിൽ അത് കാണുന്നുണ്ട് 300-350 രൂപ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതെങ്കിലും വാച്ച് ഹൗസിൽ അല്ലെങ്കിൽ വാച്ച് ഷോപ്പിൽ ചെന്നാൽ നമുക്ക് ഈ ഒരു സാധനം 200 രൂപ. ഞാൻ ഈ സാധനം 200 രൂപയ്ക്ക് മേടിച്ച പാനസോണിക്കിൻ്റെ സാധനം തന്നെയാണ്. പാനസോണിക്കിൻ്റെ ഡ്യൂറാസെല്ലിൻ്റെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ സാധനങ്ങളുണ്ട്. CR2450 ആണ് മോഡൽ നമ്പർ. അത് നിങ്ങൾക്ക് മേടിച്ചാൽ ഈവൻ നിങ്ങൾക്ക് സ്പെയർ മേടിച്ച് വയ്ക്കാം. എമർജൻസി ഇങ്ങനത്തെ ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇൻ കേസ് ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോക്ക് നിങ്ങൾ വീണ്ടും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം.